മറിയയുടെയും ഫാരിസിന്റെയും ഊട്ടിയാത്ര. റമദാൻ മാസത്തിലെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള അവധിക്കാലമായിരുന്നു അത്. മറിയയും ഉമ്മ, ഫാരിസും ഉപ്പ അവരുടെ മക്കളായ അഹ്മദിനെയും ഫാത്തിമയെയും കൂട്ടി ഊട്ടിയിലേക്ക് ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. വർഷങ്ങളായി അവർ കൊതിച്ചിരുന്ന യാത്രയായിരുന്നു അത്. ഒരുക്കങ്ങളുടെ തിരക്ക്. യാത്രയുടെ തലേദിവസം രാത്രി വീട് ഒരു കല്യാണ വീട് പോലെ ഉണർന്നിരുന്നു. ഉമ്മ മറിയ ബാഗുകൾ പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അഹ്മദ്, നിന്റെ തൊപ്പിയെവിടെ? ഫാത്തിമ, നിന്റെ ഉടുപ്പുകൾ എടുത്തോ എന്ന് ചോദിച്ച് ഉമ്മ ഓടിനടന്നു. ഉപ്പ ഫാരിസ് വണ്ടിയിൽ പെട്രോളടിക്കുന്നതും ടയർ പരിശോധിക്കുന്നതും കണ്ട് മക്കൾ ചിരിച്ചു. ഉപ്പ, നമുക്ക് പോകുന്ന വഴിയിൽ ഐസ്ക്രീം വാങ്ങിക്കണം, ഫാത്തിമ കൊഞ്ചി. തീർച്ചയായും മോളെ, ഇഷ്ടം പോലെ വാങ്ങിക്കാം, ഉപ്പ ചിരിയോടെ പറഞ്ഞു. പാട്ടും തമാശയും നിറഞ്ഞ യാത്ര. പുലർച്ചെ സുബഹി നമസ്കാരം കഴിഞ്ഞ് അവർ യാത്ര തുടങ്ങി. വണ്ടി മുന്നോട്ട് നീങ്ങിയതും അഹ്മദ് അവന്റെ പ്രിയപ്പെട്ട ഖവാലി പാട്ടുകൾ വെച്ചു. ഉമ്മയും ഉപ്പയും മക്കളും ഒരുമിച്ചു പാടി. വഴിയിലുടനീളം പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചു. നീലഗിരിയുടെ ചുരങ്ങളിലേക്ക് കയറിയപ്പോൾ ഉപ്പ ഒരു കഥ പറഞ്ഞു തുടങ്ങി. പണ്ട് പണ്ട് ഒരു രാജകുമാരൻ. ഉപ്പയുടെ കഥ പറച്ചിൽ കേട്ട് മക്കൾ ആകാംക്ഷയോടെ കാതോർത്തു. മലമുകളിലെ തണുപ്പും ചായയും. ഉച്ചയോടെ അവർ ഊട്ടിയിലെത്തി. തണുത്ത കാറ്റും കോടമഞ്ഞും അവരെ എതിരേറ്റു. താമസസ്ഥലത്ത് എത്തിയ ഉടൻ ഉപ്പയും ഉമ്മയും ചേർന്ന് എല്ലാവർക്കും ചൂടുള്ള ചായയുണ്ടാക്കി. ആ തണുപ്പിൽ ആവി പറക്കുന്ന ചായ കുടിച്ചപ്പോൾ യാത്രാക്ഷീണം മുഴുവൻ മാഞ്ഞുപോയി. ഉമ്മ, ഇവിടെ നല്ല തണുപ്പുണ്ടല്ലോ, ഫാത്തിമ തണുത്തു വിറച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ടല്ലേ മോളെ നമ്മൾ ഇവിടെ വന്നത്, മറിയ അവളെ ചേർത്തുപിടിച്ചു പറഞ്ഞു. ബോട്ട് യാത്രയും ഓർമ്മകളും. പിറ്റേന്ന് രാവിലെ ഊട്ടിയിലെ തടാകത്തിൽ അവർ ബോട്ട് യാത്രക്ക് പോയി. ഉപ്പ തുഴഞ്ഞു, ഉമ്മയും മക്കളും സന്തോഷത്തോടെ ചിരിച്ചു. തടാകത്തിന്റെ തെളിഞ്ഞ വെള്ളത്തിൽ അവരുടെ പ്രതിബിംബങ്ങൾ കണ്ടപ്പോൾ ഫാരിസ് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഈ നിമിഷം എത്ര മനോഹരമാണ്. വൈകുന്നേരം അവർക്ക് വേണ്ടി ഉമ്മ റമദാനിൽ ഉണ്ടാക്കുന്നതുപോലെയുള്ള പലഹാരങ്ങൾ ഉപ്പ വാങ്ങി. ചൂടുള്ള സമോസയും പരിപ്പുവടയും കഴിച്ച് അവർ കുന്നിൻ ചെരുവിൽ സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടിരുന്നു. ഒരു പുതിയ തുടക്കം. തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ നിറയെ നല്ല ഓർമ്മകളായിരുന്നു. ഊട്ടിയിലെ തണുത്ത കാറ്റും പച്ചപ്പ് നിറഞ്ഞ മലകളും തടാകത്തിലെ ബോട്ട് യാത്രയും എല്ലാത്തിനും ഉപരിയായി അവർ ഒരുമിച്ച് ചിലവഴിച്ച ഓരോ നിമിഷവും അവരുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ പുതിയൊരു അധ്യായം എഴുതിച്ചേർത്തു. ഉമ്മ മറിയയും ഉപ്പ ഫാരിസും അഹ്മദിന്റെയും ഫാത്തിമയുടെയും കൈകൾ കോർത്തു പിടിച്ചു വീട്ടിലേക്ക് കയറി. ആ യാത്ര അവർക്ക് വെറുമൊരു കാഴ്ചയല്ലായിരുന്നു, കുടുംബബന്ധങ്ങളുടെ ഊഷ്മളതയും സ്നേഹവും പുതുക്കിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. ഈ ഒരു ചെറിയ യാത്ര